നൂറുകണക്കിന് പേരാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി മാത്രമാണ് ഇങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നോക്കൂ, ഇങ്ങനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലായിടത്തും ഇന്ന് രാവിലെ നമ്മൾ കണ്ടു മഹാരാജാസിൽ വലിയ പ്രതിഷേധ സംഗമം നടന്നു. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ അവിടെ പങ്കെടുത്തു. ഇങ്ങനെ ദില്ലിയിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ, ദില്ലിയിൽ ജെൻസി നടത്തുന്ന വലിയ പ്രക്ഷോഭത്തിൽ വിദ്യാർത്ഥികൾ ഒക്കെ അവിടെ പ്രതിഷേധവുമായി എത്തുന്നു. അവരൊക്കെ ഇതിനോട് ഐക്യദാർഢ്യപ്പെടുന്നുണ്ട്. മഹാരാജാസ് കോളേജിലും തത്സമയം പ്രതിഷേധ പരിപാടികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. രാംഷാ CP വിവരങ്ങളുമായി ചേരുകയാണ്. രാംഷാ, കൊച്ചിയുടെ വിവിധ കോണുകളിൽ മഹാരാജാസിൽ രാവിലെ മുതൽ തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയാണ്. അവരൊക്കെ ഒത്തുചേരുകയും ദില്ലിയിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടികളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആരൊക്കെയാണ് മഹാരാജാസിൽ എത്തിയിരിക്കുന്നത്? അത് മഹാരാജാസിൽ അല്പസമയം മുമ്പാണ് ഈ ഐക്യദാർഢ്യ സദസ്സ് ആരംഭിച്ചത്. പരിപാടിയിൽ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കാണാം, ഇപ്പോഴും പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിപാടിയിൽ NS മാധവൻ, അതുപോലെ സംവിധായകൻ ആഷിഖ് അബു ഉൾപ്പെടെയുള്ള ആളുകൾ, ജോജു ജോർജ്, നടൻ ജോജു ജോർജ്, രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിരുന്നു. NS മാധവൻ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചുകൊണ്ട് പറഞ്ഞത്, ഈ സമരത്തെ നേരിട്ട രീതി അത് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ള നിലയിലാണ് ഈ സമരത്തെ ഭരണകൂടം നേരിട്ടത് എന്നത് മാത്രമല്ല, ഈ സമരത്തിൽ നേരിടുന്നതിന് വേണ്ടി പോലീസ് അല്ലാത്ത ആളുകൾ, സിവിലിയൻസ് ആയ ആളുകൾ ഉൾപ്പെടെ ലാത്തിയുമായി ഇറങ്ങി വിദ്യാർത്ഥികളെ തല്ലിച്ചതക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അവിടെ ഇത് നേരത്തെ ഹിറ്റ്ലറിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നതിന് സമാനമായ നിലയിലാണ് ഇത്തരത്തിൽ ഭരണകൂടം ഈ സമരത്തെ നേരിടുന്നത് എന്നത് കൂടിയാണ് NS മാധവൻ പറഞ്ഞത്. ഐക്യദാർഢ്യ സദസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, വിദ്യാർത്ഥികൾ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, വിദ്യാർത്ഥികൾ മാത്രമല്ല ഇവിടെ ഈ സമരത്തോട് ഐക്യദാർഢ്യപ്പെടുന്ന ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ ഈ സമരം തളൽ കൊതിച്ചവർക്ക് ഒറ്റമര കാടാകാം, വരണ്ട് ചത്ത മണ്ണിൽ ഒറ്റത്തുള്ളി മഴയാകാം, ഇരുണ്ട പാതയിൽ ഒരു നുറുങ്ങു വെട്ടമാകാം, നിശബ്ദരായവർക്ക് ശബ്ദമായി മാറിടാം നിവ. അഴികളിൽ വാക്കുകൾ അടങ്ങുകില്ല, ഒടുങ്ങുകില്ല, ആൾ മരിച്ചു പോകിലും ആശയം മരിക്കുകില്ല, തല നരച്ച പോതിലും മനമതിലൊരു നരയതില്ല, മെയ് തളർന്ന പോതിലും പൊയ് വളർന്ന കഥയതില്ലവ. എവിടെ മർദ്ദനങ്ങൾ അവിടെ ഉയരണം കരങ്ങൾ, എവിടെ വർഗവാദം അവിടെ ഉയരണം സ്വരങ്ങൾ, എവിടെ മനിതൻ അടിമ അവിടെ വിപ്ലവങ്ങളാകണം, എവിടെ ചങ്ങലകൾ അവിടെ കൂടങ്ങളായി വാ. ദില്ലി സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിപാടികൾ നടക്കുന്നത്. ഓരോരുത്തരായി മുന്നോട്ട് വരികയാണ്. പാടാനും പറയാനുമുള്ളവർക്ക് വരാം, ഇതെല്ലാവരുടെയും വേദിയാണ് എന്ന് നേരത്തെ വേടൻ ജനക്കൂട്ടത്തെ അഭിസംബോധിച്ചതുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. മഹാരാജാസ് കോളേജിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. രാംഷാ CP നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. രാംഷാ, ഒരു NS മാധവനെ നമുക്ക് വേദിയിൽ കാണാം, നമുക്ക് ഹരീഷ് വാസുദേവനെ കാണാം, ജോജുവിനെ കാണാം, KR മീര വേദിയിലുണ്ട്. ഇങ്ങനെ ഈ വലിയ പരിപാടിയായി, വലിയ പ്രതിഷേധമായി കേരളത്തിന്റെ പല കോണുകളിൽ ഈ പ്രതിഷേധം നടക്കുകയാണ്. തീർച്ചയായും അതും അത്തരത്തിൽ തന്നെ വലിയ നിലയിൽ ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ മഹാരാജാസ് ക്യാമ്പസിലെ പരിപാടിയിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ നേരത്തെ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. സാംസ്കാരിക പ്രവർത്തകർ എത്തിച്ചേരുന്നുണ്ട്. ഇവിടെ